إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസിനികൾ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ അഖില ലോക പരിപാലകനും രക്ഷിതാവും നിയന്താവുമായ അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ലവരായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം സ്വന്തത്തെ മറക്കാതെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്, ബോധിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ 8-ാം അധ്യായം സൂറ അൻഫാലിന്റെ 24-ാമത്തെ ആയത്താണ് ആമുഖമായി ഓതിവെച്ചത്. പ്രസ്തുത ആയത്തിലൂടെ കാരുണ്യവാനായ നാഥൻ എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഒരു ഉപദേശം, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, അള്ളാഹുവിനും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനും നിങ്ങൾ ഉത്തരം നൽകണം എന്ന ഒരു കൽപ്പനയാണ് പ്രസ്തുത ആയത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്നത്. എന്തിനാണ് നിങ്ങൾ ഉത്തരം നൽകേണ്ടത്? ഇദാ ദഅാക്കും, എപ്പോഴാണ്? ഇദാ ദഅാക്കും, നിങ്ങളെ വിളിക്കുമ്പോഴാണ്. എന്തിലേക്കാണ് വിളിക്കുന്നത്? ലിമാ യുഹ്യീക്കും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, ദുനിയാവിന്റെ ജീവിതത്തിൽ ജീവസുറ്റതാക്കുന്ന, പാരത്രികമായ ജീവിതത്തിലേക്ക് ജീവൻ നൽകുന്ന, ജീവസുറ്റതാക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും വിളിക്കുമ്പോ നിങ്ങൾ അതിന് ഉത്തരം നൽകണം എന്ന കൽപ്പനയാണ് പ്രസ്തുത ആയത്തിന്റെ തുടക്കം. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് വഅലമു, നിങ്ങൾ അറിയണം,
അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, ഒരു മനുഷ്യന്റെ ഹൃദയവും അവനും തമ്മിൽ അള്ളാഹു ചിലപ്പോ മറയിട്ടേക്കാം. വഅന്നഹു ഇലൈഹി തുഹ്ശറുൻ, മാത്രമല്ല ആ റബ്ബിങ്കലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ആ ഒരു വിജ്ഞാനമാണ്, അറിവാണ് വിശ്വാസികളെ നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്നതാണ് ആ ആയത്തിന്റെ അർത്ഥമായി നമുക്ക് വായിക്കാനുള്ളത്. ഇന്ന് മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതവിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസികൾക്കിടയിലെ സൗഹാർദ്ദം, അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിൽ, അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ, ഇതൊക്കെയാണ് ഇന്ന് നാട്ടിലേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം, അല്ലെങ്കിൽ മതത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാടുകൾ പലപ്പോഴും ഇസ്ലാമാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ വിശ്വാസികളാണെന്ന് പറയുന്ന നമ്മളിൽ പോലും മതമെന്ന് പറയുന്നത് പലപ്പോഴും അതൊരു കേവലമായ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം പരിമിതമായതോ, അതല്ലെങ്കിൽ അന്ധമായ ചില വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ മാത്രം അധിഷ്ഠിതമായതോ ആണ് എന്നാണ് ഇന്ന് മുസ്ലിം സമൂഹത്തെ, അല്ലെങ്കിൽ മറ്റു മതങ്ങളെ ഒക്കെ നോക്കുമ്പോ, പരിശോധിക്കുമ്പോ നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത് അങ്ങനെയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മതം എന്ന് പറഞ്ഞാൽ, അത് ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും, കേവലമായ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലുമൊക്കെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് യഥാർത്ഥത്തിൽ തോന്നാറുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് എന്താണ്? വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, സകലവിധ ഇരുട്ടുകളിൽ നിന്നും, വിവരക്കേടുകളിൽ നിന്നും, അതേപോലെ തന്നെ എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുക എന്നതാണ്. അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിലെ സകല കാര്യങ്ങളിലും സ്പർശിക്കുന്നതാണ്, സകല കാര്യങ്ങളിലും ബന്ധപ്പെട്ടതാണ് മതം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്നതാണ്. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായി വിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദർശനം എന്ന് പറയുന്നത്. അതിന് പ്രത്യേകതയുണ്ട്. എന്താണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകത? പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകത മനുഷ്യന്റെ സകലവിധ സ്വാതന്ത്ര്യത്തെയും അത് അംഗീകരിക്കുന്നു എന്നാണ്. ഒരു മനുഷ്യൻ ദുനിയാവിലേക്ക് പിറന്നു വീണ് അവന് ഇവിടെ എന്തെല്ലാം ആകണമോ, എന്തെല്ലാം ചെയ്യണമോ, ആ ചെയ്യേണ്ടതെല്ലാം അവന്റെ എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഏത് മതം സ്വീകരിക്കുവാനും, അതോടൊപ്പം തന്നെ മതമില്ല എന്ന് പറയാനും പരിശുദ്ധ ഇസ്ലാം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്നു എന്നാണ്. എല്ലാവരും ഇസ്ലാമാകണമെന്നൊന്നും, നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമാക്കണമെന്നൊന്നും ഒരിക്കലും പരിശുദ്ധ ഇസ്ലാമിലോ ഖുർആനിലോ നമുക്ക് കാണാൻ കഴിയില്ല. മതത്തിൽ ബലാത്കാരമില്ല എന്ന സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഉദാഹരണമായി നമ്മൾ ആലോചിക്കേണ്ട, ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഒരു നാട്ടിൽ, എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ജിഹാദ് നടത്തി അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന് അന്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനുള്ളത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, വിശുദ്ധ ഖുർആൻ സൂറ ബഖറയുടെ 256-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല. ആരെയും ബലം പ്രയോഗിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. കാരണം ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, ദുർമാർഗം സന്മാർഗത്തിൽ നിന്ന് അത് വ്യത്യസ്തമായി, അല്ലെങ്കിൽ വേർതിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്,
സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ആകയാൽ ആരെങ്കിലും ദുർമൂർത്തികളെ വിട്ടുകൊണ്ട് അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചത് ഏറ്റവും ബലവത്തായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പിടിക്കയറിലാകുന്നു എന്നാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇസ്ലാമാക്കണം എന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല പടച്ച റബ്ബ്. ഒരു ബലവും ചെയ്യേണ്ടതില്ല. കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം, ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് അതിന്റെ കൃത്യമായ സംസ്കാരവും അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള വിജ്ഞാനവും ആളുകളിലേക്ക് ശരിയായി എത്തിച്ചു കൊടുക്കുക. ദുർമാർഗവും സന്മാർഗവും വ്യതിരിക്തമായി കാണിച്ചു കൊടുക്കുക. ആരെയും ബലം പ്രയോഗിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും നല്ല ഒരു സാമൂഹികമായ ക്രമം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിൽ ഒരിക്കലും തന്നെ മതത്തിന്റെ പേരിൽ വിദ്വേഷമുണ്ടാകാൻ പാടില്ല എന്നതാണ്. മനുഷ്യരെല്ലാവരും സമന്മാരാണ് എന്നതാണ്. അവർ ഏകോദര സഹോദരങ്ങളാണ് എന്നതാണ്. മതത്തിന്റെയോ ജാതിയുടെയോ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് അവരുടെ സൗഹൃദങ്ങൾ നിലനിർത്തണം, അല്ലെങ്കിൽ സൗഹൃദത്തോടെ ജീവിക്കേണ്ടവരാണ് മനുഷ്യർ എന്ന ഒരു കാഴ്ചപ്പാടാ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട് കാണിക്കുന്ന സൗഹൃദം മറ്റു മതസ്ഥരായ ആളുകളോടും അന്യമതത്തിൽപ്പെട്ട ആളുകളോടും മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് അവരെയൊക്കെ ഏകോദര സഹോദരങ്ങളായി കാണണമെന്നതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് അവൻ ഏകനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, അതേപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് ഉപ്പ, ആ ഉപ്പ ഒന്നാണ്. അലാ നിങ്ങൾ അറിയണം, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, അറബിക്ക് അനറബിയേക്കാളോ, വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ, അറബിക്ക് അനറബിക്ക് അറബിയേക്കാളോ, അതേപോലെ തന്നെ കറുത്തവന് ചുവന്നവനേക്കാളോ, ചുവന്നവന് വെളുത്തവനേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല ഒരു കാര്യത്തിലല്ലാതെ, തഖ്വയുടെ കാര്യത്തിലല്ലാതെ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും വൈജാത്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യർക്ക് പരസ്പരം പുണ്യം ചെയ്യാനും പരസ്പരം സ്നേഹിക്കുവാനും സാധിക്കണമെന്നതാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ്. അതാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യർക്ക് മാർഗദർശനമായി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പരാമർശമുണ്ട്. സൂറ മുംതഹിനയുടെ 8ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറഊഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അള്ളാഹു പറഞ്ഞത്, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതും അതുപോലെ തന്നെ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു ഒരിക്കലും നിങ്ങളോട് വിലക്കിയിട്ടില്ല. ഇത് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മതപരമായ സൗഹാർദ്ദം അത് നിലനിൽക്കണം. എത്ര അതിനൊരു അതിർവരമ്പ് പറഞ്ഞത്, നമ്മുടെ മതം കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമാകുന്ന കാലം, നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ വിശ്വാസവും ആചാരവും പ്രകാരം ജീവിക്കാൻ നമുക്ക് തടസ്സമില്ലാത്ത കാലമത്രയും നിങ്ങൾ എന്ത് ചെയ്യണം, ആ സൗഹൃദ ബന്ധങ്ങളെ നിലനിർത്തണം എന്നാണ്
നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മനുഷ്യൻ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയെക്കുറിച്ച് വളരെ മോശപ്പെട്ടുകൊണ്ട് ഒരു പരാമർശം നടത്തിയപ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെതിരായി സോഷ്യൽ മീഡിയകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെതിരായി പ്രതികരിച്ചവരിൽ അധികം ആളുകളും ഈ ജില്ലയിൽ ജീവിച്ച അല്ലെങ്കിൽ ഈ ജില്ലയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ അറിയുന്ന മുസ്ലിങ്ങളുടെ കൂടെ ജീവിച്ച അന്യമതസ്ഥരായ മുസ്ലിങ്ങളായ സഹോദരങ്ങളായിരുന്നു എന്നതാണ്. എന്താ അതിനുള്ള കാരണം? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പ്രദേശത്ത് ജീവിച്ച പച്ചയായ മുസ്ലിമിനെ കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങളായിരുന്നു എന്നതാണ്. നമ്മൾ ആരോടും സൗഹൃദത്തിന് ഒരു കോട്ടവും വരുത്തിയിട്ടില്ല. അത് വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ കാഴ്ചപ്പാടാണ്. നിങ്ങൾ മറ്റുള്ള മതസ്ഥരായ ആളുകൾക്ക് നന്മ ചെയ്യുന്നത്, പുണ്യം ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് വിലക്കിയിട്ടില്ല. കാരണം ഏതുവരെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള കാലം അത്രയും, നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള കാലം അത്രയും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചതിന്റെ പേരിൽ നിങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കാത്ത കാലം അത്രയും അവർക്ക് പുണ്യം ചെയ്യുന്നത്, അവരെ സഹായിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ റബ്ബ് വിലക്കിയിട്ടില്ല എന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, മലപ്പുറം ജില്ലക്കെതിരെ, നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ജില്ലക്കെതിരെ ഒരു മനുഷ്യനിൽ നിന്ന് അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത പ്രസ്താവനകൾ ഉണ്ടായപ്പോ അതിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് അവരുടെ മതങ്ങളിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്നുള്ള പ്രകടനങ്ങളായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി അങ്ങനെയായിരിക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതിനെന്ത് വേണം? യഥാർത്ഥത്തിൽ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബന്ധം. നമ്മുടെ നാട്ടിൽ ഇന്ന് പലപ്പോഴും കാണുന്നത് പൗരോഹിത്യം ഇവിടെ പലതും ദീനിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പൗരോഹിത്യം എന്ന് പറയുന്ന ഏത് മതമാണെങ്കിലും പൗരോഹിത്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കാര്യം എന്താ? പൗരോഹിത്യം ഉണ്ടാക്കിയെടുത്തത് മതം എന്ന് പറഞ്ഞത് സാധാരണക്കാരായ ആളുകൾക്ക് തിരിയാത്തൊരു സംഗതിയാണ്. അല്ലെ, നിങ്ങളൊന്നുമല്ല മതം പറയേണ്ടത്, മതം ഞങ്ങൾ പറയേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ദീൻ പഠിച്ച ആളുകൾ ഞങ്ങളാണ് മതം പറയേണ്ടത്. അങ്ങനെയുണ്ടോ? ദീൻ പറയേണ്ടത് ദീനിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളിൽ നിന്ന് അതിനെ മനസ്സിലാക്കിയ ആളുകൾക്ക് അത് പഠിക്കാൻ ഒരു പ്രയാസമില്ല. അതിന് ഡിഗ്രി ഒന്നും വേണമെന്നില്ല, അഫ്ളൽ ഉലമ കഴിയണമെന്നില്ല, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ബിരുദങ്ങൾ, അറബിയിൽ ബിരുദം കഴിയണമെന്നില്ല. ദീൻ പറയാൻ അവന്റെ മുമ്പിലുള്ള വിശുദ്ധ ഖുർആനിനെ കൃത്യമായി വായിക്കാനും മനസ്സിലാക്കാനും അതിന്റെ ആശയത്തെ ഉൾക്കൊള്ളാനും കഴിയുന്ന ആളുകൾക്ക് ദീൻ അതെടുക്കാം. അതിനാൽ സമൂഹം എന്ത് ചെയ്തു എന്നറിയോ? നിങ്ങളൊന്നല്ല ദീൻ പറയേണ്ടത്. ദീൻ പറയേണ്ടത് ആരാ? പൗരോഹിത്യമാണ് ദീൻ പറയേണ്ടത്, ഞങ്ങളാ പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ ബന്ധം ചേർത്തു, സമൂഹം ബന്ധം ചേർത്തത് അത് പൗരോഹിത്യത്തോട് ബന്ധം ചേർക്കുകയും മതം അവർ പറയുന്നത് മാത്രമായി പരിണിത അല്ലെങ്കിൽ മാത്രമായി തീരുകയും ചെയ്തു. ദീൻ എന്താന്ന് ചോദിച്ചാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനോട് എന്താണ് ദീൻ എന്ന് ചോദിച്ചാൽ അവർ ദീൻ പറയേണ്ടത് നമ്മളല്ല, അത് പറയേണ്ടത് ദീൻ പഠിച്ച ആളുകളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ബന്ധം കൂടേണ്ടത് ഖുർആനിനോടാണ് എന്നാണ്. ഖുർആനിനോട് ബന്ധം ചേർക്കുമ്പോഴോ? ഖുർആനിനോട് ബന്ധം ചേരുമ്പോ യഥാർത്ഥത്തിൽ ദീനിനെ അതിന്റെ അടിസ്ഥാന പ്രമാണത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും എന്നാണ്. അല്ലെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും അറിയോ? ഇല്ലെങ്കിൽ ദീൻ എന്ന് പറയുമ്പോ വിരലുകൾ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ ചൂണ്ടേണ്ടി വരും എന്നാണ്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പൗരോഹിത്യത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴോ അത് നമ്മൾ ചൂഷണം ചെയ്യപ്പെടാൻ കാരണമാകുന്നു എന്നതാണ്. അതുകൊണ്ട് മനുഷ്യൻ മതപരമായി ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഖുർആനും അതേപോലെ തന്നെ പ്രവാചകന്റെ സുന്നത്തിനെയും മുറുകെ പിടിക്കുക എന്നതാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറ തൗബയുടെ 34-ാമത്തെ ആയത്തിലൂടെ നമ്മൾ വിളിച്ചുകൊണ്ട്, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്?
മതം നമ്മൾക്ക് അന്യമാണ്, നമ്മൾക്കത് തിരിയൂല എന്ന് പൗരോഹിത്യം നമ്മൾ ഇവിടെ ജനിച്ച സാഹചര്യത്തിൽ തന്നെ അല്ലെങ്കിൽ ഇസ്ലാം കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം മനുഷ്യനോട് പറഞ്ഞു എന്നുള്ളതാണ്. മതം നമുക്ക് തിരിയില്ലേ? മതം നമുക്ക് തിരിയണ്ടേ? നമ്മൾ ആലോചിക്കേണ്ടത് മതം തിരിയാവുന്ന എന്തെങ്കിലും സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നത് ഈ ഒരു സമയത്ത് ആലോചിക്കണം എന്നതാണ്. ഇങ്ങനെ ഒരു സമൂഹം പൗരോഹിത്യം പറയുന്നത് മാത്രമായി മതം അങ്ങനെയായപ്പോഴോ ദുനിയാവിൽ നഷ്ടങ്ങൾ ഉണ്ടാവാൻ, ചൂഷണത്തിലകപ്പെടാൻ അത് കാരണമായി തീർന്നു. ജീവൻ നഷ്ടപ്പെട്ട കാഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. എന്തിന്റെ പേരില? തിബ്ബൻ നബി എന്ന് പറഞ്ഞിട്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവിധ ചികിത്സകളും, അതേപോലെ തന്നെ പൗരോഹിത്യം പറയുന്നത് രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞത് ശൈത്വാനാണ്. അല്ലേ? ഇത് പറയുന്നത് ആരാ? രോഗമുണ്ടാക്കുന്നത് ശൈത്താനാ. അല്ലേ? ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ ആയത്തെടുത്തിട്ട് സമൂഹത്തോട് പറയുന്നത് രോഗമുണ്ടാക്കുന്നത് ശൈത്താനാ. അതുകൊണ്ട് അവിടെ പൗരോഹിത്യത്തിന് ചൂഷണം ചെയ്യുവാനുള്ള, മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള ഒരു വാതിൽ അവിടെ തുറന്നിട്ടിട്ടുണ്ട്. എന്താ വാതില്? ശൈത്താനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഒരിക്കലും തന്നെ നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല. അതിന്റെ ചികിത്സക്കുള്ള വാതിലേതാ? അതിന്റെ ചികിത്സക്ക് കേറിയതിനെ ഇറക്കണം എന്നതാണ്. ശൈത്താൻ ഉണ്ടാക്കിയത് അങ്ങനെയാണല്ലോ. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആളുകളിൽ നിന്നുപോലും പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് രോഗമുണ്ടാക്കുന്നത് ശൈത്താനാണ്. അത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ്. അവിടെ പറഞ്ഞെന്താ? വിശുദ്ധ ഖുർആൻ തന്നെ ആ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അന്നീ മസ്സനിയദ്ദുർറു, എന്നെ കഷ്ടത ബാധിച്ചിട്ടുണ്ട്. എന്താ കഷ്ടത? രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുക വർഷങ്ങളോളം. അതിനെ മോശപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞില്ല, ശൈത്വാനിലേക്ക് ചേർത്ത് പറഞ്ഞത്. ആ ശൈത്വാനിലേക്ക് ചേർത്ത് പറഞ്ഞത് തിന്മയെ, മോശത്തിനെ ശൈത്വാനിലേക്ക് ചേർത്തി പറഞ്ഞതിനെ അത് ശൈത്വാൻ ശരീരത്തിൽ കയറിയത് കൊണ്ടാണ് രോഗമുണ്ടാക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലുള്ളത്. അതുകൊണ്ടാ സുഖപ്രസവം നടത്താൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊണ്ട് ചികിത്സ നടന്നതിന്റെ പേരിൽ ഇവിടെ കേരളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരി ദുനിയാവിന്റെ ജീവിതത്തോട് വിട പറഞ്ഞു പോയത് കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കണം. പൗരോഹിത്യം ചൂഷണം ചെയ്യുന്നു രോഗകാരണം. ആ രോഗകാരണം അതുകൊണ്ട് തന്നെ ശൈത്താനാണ് എന്ന് പറയുകയും അതിനെ അടിച്ചിറക്കണം എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിം സമൂഹം എത്തിയിട്ടുണ്ട്. അതൊക്കെയും യഥാർത്ഥത്തിൽ ആത്മാഭിമാനവും സമ്പത്തും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണമെങ്കിൽ നാം ബന്ധം ചേർക്കേണ്ടത് അത് ഖുർആനിനോടും അതേപോലെ തന്നെ പ്രവാചകന്റെ നബി ചര്യയോടുമായിരിക്കണം എന്ന അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, ഒരു മഹല്ലത്ത് എന്നുള്ള നിലക്ക് ഇവിടെ ഈ വെള്ളിയാഴ്ച ഇരിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വെള്ളിയാഴ്ച ഈ കേൾക്കുന്ന ഒരു ഖുതുബയല്ലാതെ ദീൻ പഠിക്കുന്ന എന്ത് സംരംഭങ്ങളിൽ ഞാനും നിങ്ങളും പങ്കാളികളായിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കണ്ടേ. ഇവിടെ പലപ്പോഴും ഖുർആൻ ക്ലാസുകൾ നടക്കാറുണ്ട്. ആ ഖുർആൻ ക്ലാസുകളോ അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന സദസ്സുകളോ ഉണ്ടാകുമ്പോ അവിടെയുള്ള പ്രാതിനിധ്യം ആരുടേതാ? അവിടെയുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് പ്രായമായ കുറച്ച് സ്ത്രീകൾ മാത്രം പഠിക്കേണ്ടതാണ് ഖുർആനും ഹദീസും അല്ലെങ്കിൽ പ്രവാചകന്റെ ചര്യയും എന്ന തലത്തിലേക്ക് ഏറ്റവും മടിയന്മാരായി പോകുന്നത് നമ്മളെ പുരുഷന്മാരായ ആളുകൾ. എവിടെ ഖുർആൻ ലേണിംഗ് സ്കൂൾ പരിശോധിച്ച് നോക്കി, നമ്മളൊക്കെ എല്ലാം തികഞ്ഞ ആൾക്കാരാണ്. നാളെ കൃത്യമായിട്ട് ആലോചിക്കണം. നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ നമുക്ക് സമ്മാനമായി പടച്ച റബ്ബ് അവതരിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആനിനെ നമ്മൾ അതിനോട് സ്വീകരിക്കുന്ന നിലപാടെന്താ? കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആലോചിക്കുക. സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ വെക്കേഷൻ സമയം നമ്മുടെ കുട്ടികൾക്ക് ദീൻ പഠിക്കാനുള്ള എന്ത് സംവിധാനത്തെ കുറിച്ചാണ് ഞാനും നിങ്ങളും ആലോചിച്ചിട്ടുള്ളത്? എന്റെ മഹല്ലിൽ നമ്മൾ ഇങ്ങനെ പോകാം, വെള്ളിയാഴ്ച കിട്ടുന്ന ഒരു ഖുതുബയും അതേപോലെ തന്നെ നിസ്കാരത്തിന് ഒരു ഇമാമത്തും മദ്രസയും സംവിധാനിച്ചാൽ എല്ലാമായി എന്ന ധാരണയിലാണ് ഞാൻ നിങ്ങൾ സങ്കടത്തോടു കൂടി പറയാ. പ്രിയപ്പെട്ടവരെ, മാറ്റുണ്ടാവണം. അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടും. ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയും പഠിച്ചില്ലെങ്കിൽ പൗരോഹിത്യം പറയുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫത്വകൾ കിട്ടുന്നത് ഇവിടുന്ന് യൂട്യൂബിൽ നിന്ന് ഫത്വ കിട്ടുക അല്ലേ? ആണ്.
പല മൗലവിമാരും ഫത്വ കൊടുക്കാനായിട്ട് നിൽക്കുക. അവര് പറയുന്നത് മാത്രം ദീൻ, നല്ല വാക്ചാതുരിയും നല്ല സംസാരവും ഉണ്ടെങ്കിൽ അതിന്റെ ഫാനുകളായിട്ട് മാറുക. ദീൻ പഠിക്കുന്ന യൂട്യൂബിൽ നിന്ന്, ഖുർആനിൽ നിന്നല്ല, പ്രവാചകന്റെ ചര്യയിൽ നിന്നല്ല. നമ്മുടെ മുമ്പിൽ വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കുന്ന സൗകര്യങ്ങളും സംരംഭങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ എത്ര ആളുകൾ അത്തരം സംവിധാനങ്ങളിൽ നമ്മുടെ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ട്? പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ എത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മളാണ് പരിഹാരം കാണേണ്ടത്. ഇല്ലെങ്കിലോ മതം എന്ന് പറയുന്നത് പുരോഹിതന്മാർ പറയുന്ന അടിസ്ഥാനത്തിലേക്ക് മതം മാറുന്ന ഒരവസ്ഥയുണ്ടാകും എന്നതാണ്. അല്ലേ? വിശുദ്ധ ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ ചര്യയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ അത് പഠിച്ച ആളുകളോട് ചോദിച്ച് അത് പരിഹരിക്കണം. സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ആലോചിക്കുക, എത്ര ഖുർആൻ പഠിക്കാവുന്ന എന്തെല്ലാം സംവിധാനങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട എന്റെ ഉപ്പമാരോട്, എന്റെ സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം അതാ. നമ്മൾ ആലോചിക്കാം, ഖുർആൻ പഠിക്കാവുന്ന ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ, ആര് നടത്തിയതായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ എന്റെ പങ്കാളിത്തമുണ്ടോ? എന്റെ മഹലിൽ ഖുർആൻ പഠിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണ്ടേ? ഇല്ലെങ്കിലോ ആ മതം എന്ന് പറഞ്ഞത് ചൂഷണത്തിന് വിധേയമാകും മതത്തിന്റെ ആളുകളാണ്. മതവിശ്വാസം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചില 5 കാര്യങ്ങളെ ഉൾക്കൊള്ളണം എന്നാണ് മതവിശ്വാസം എന്ന് പറയുന്നത്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ ഉൾക്കൊള്ളാൻ അതിന് കഴിയണം. അതിലൊന്ന് എന്ന് പറയുന്നത് ആദർശമാണ്. ആദർശം സംരക്ഷിക്കാതെ ഒരു കർമ്മത്തെയും മതം അംഗീകരിക്കുന്നില്ല. അല്ലെ? വിശ്വാസമില്ലാതെ, കറകളഞ്ഞ തൗഹീദില്ലാതെ അവർ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ശരീരത്തിന് സംരക്ഷണം നൽകുന്നതാവണം മതം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആത്മഹത്യ എന്തുകൊണ്ടാണ് തെറ്റാകുന്നത്? ആത്മഹത്യ തെറ്റാകുന്നത് മതം എന്ന് പറയുന്നത് ശരീരത്തിന് സംരക്ഷണം നൽകുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ കൈകളെ നിങ്ങൾ ഒരിക്കലും തന്നെ നാശത്തിലേക്ക് ഇടരുത് എന്ന് പറഞ്ഞാൽ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതെല്ലാം പരിശുദ്ധ ഇസ്ലാം വിലക്കി എന്നതാണ്. അമിത ഭോജനം തെറ്റാവുന്നത് അത് ശാരീരികമായി സംരക്ഷണം, ആ ശരീരത്തിന്റെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നു എന്നതുകൊണ്ടാണ്. ആ തരത്തിൽ ദീനിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എന്നതാണ്. മറ്റൊന്ന് രോഗം വന്നാൽ ചികിത്സിക്കണം എന്നാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ. അല്ലാഹു ഒരു രോഗം ഇറക്കിയിട്ടില്ല. അല്ലാഹു ഇവിടെ ഒരു രോഗവും ഇറക്കിയിട്ടില്ല. എങ്ങനെയല്ലാതെ? അതിനുള്ള ശമനൌഷധം അല്ലാഹു ഇറക്കിയിട്ടല്ലാതെ. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ലിക്കുല്ലി ദാഇൻ ദവാ. അതിനോട് ചേർത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ, ലിക്കുല്ലി ദാഇൻ ദവാ. രോഗത്തിന് ചികിത്സ അത് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തദാവൗ, നിങ്ങൾ ചികിത്സിക്കണം. അല്ലേ? ദീനിന്റെ പൗരോഹിത്യത്തിന്റെ അടയാളമായ അല്ലെങ്കിൽ കണ്ടാൽ ദീനിങ്ങനെ നിറകൂടമായ ഒരാളിൽ നിന്നൊരു മനുഷ്യനിൽ നിന്നുണ്ടായതെന്താ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന തദാവോ, നിങ്ങൾ ചികിത്സിക്കണം എന്ന് പറഞ്ഞു. അല്ലെ? ചികിത്സ കൊടുക്കാതെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി പ്രസവത്തിന് കാത്തുനിന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊലപ്പെടുത്തിയ മനുഷ്യൻ ദീനിന്റെ പേരിൽ ഇന്ന് അറിയപ്പെടുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവോ, നിങ്ങൾ ചികിത്സിക്കണം. അത് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഫഇന്നല്ലാഹ അസ്സ വജല്ല ലൻ യുദീഉ ദാഅൻ ഇല്ലാ വളഅ ലഹു ശഫാ. അള്ളാഹ് ശിഫ നൽകാതെ ഒരു രോഗവും അല്ലെങ്കിൽ ശമനൌഷധം നൽകാതെ അള്ളാഹു ഒരു രോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. ഒരു കാര്യത്തിന് മാത്രമേ ചികിത്സയില്ലാത്തതുള്ളൂ എന്ന് പ്രവാചകൻ പറഞ്ഞു. അതേതാ? വയസ്സാകണീന് അതിന് ചികിത്സയില്ല.
ബാക്കിയുള്ളതിനൊക്കെ ഇവിടെ ചികിത്സ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ മതത്തിന്റെ ആശയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചികിത്സ നിഷേധിച്ചാൽ അവിടെ നാം മനസ്സിലാക്കേണ്ടത് അത് മതത്തിന്റെ അടിസ്ഥാനത്തെ പൊളിക്കലാണ് എന്നതാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചികിത്സിക്കണം എന്നതാണ്. ആ ചികിത്സ ഏതാ? പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ വന്നത്? ചില ചികിത്സയൊക്കെ കേട്ടാൽ നമ്മൾ തോന്നുന്നതറിയോ, നബി വലിയ ഡോക്ടറായിരുന്നു തോന്നും, അല്ലേ? അങ്ങനെയാണ്. എന്തിനൊക്കെയാണ്? പിഞ്ഞാൺ എഴുതി കുടിക്കുക, ഖുർആൻ എഴുതി കുടിക്കുക, സുഖപ്രസവത്തിനാണ്, മൂക്കൊലിപ്പിനാണ്, തലവേദനക്കാണ്, ഇതിനൊക്കെ എഴുതി കൊടുക്കാനുള്ള ഖുർആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് എന്തിനാ? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിപ്പിക്കാനാണ് നബി വന്നത്. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചികിത്സിക്കണം എന്ന് പറയാനോ അല്ലെങ്കിൽ ആ ചികിത്സയുടെ വൈദ്യനായിട്ടോ അല്ല പ്രവാചകൻ വന്നത്. അവിടെ ഖുർആൻ, അതേപോലെ തന്നെ ഖുർആൻ അവതരിച്ചത് എന്തിനാ? ശാരീരികമായ രോഗം ഭേദമാക്കാനല്ല. അത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് മനസ്സിനെ ബാധിച്ച ശിർക്കൻ വിശ്വാസങ്ങൾക്കുള്ള ശമനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും നടത്തിയിട്ടുള്ളത്. അല്ലെ? ഇപ്പൊ ഇങ്ങനെ പല ചികിത്സകളും ഇങ്ങനെ വരികയാണ്, അല്ലെ? കരിജീരകത്തെ കുറിച്ചോ മറ്റു പലതിനെ കുറിച്ചും ഹദീസുകളിൽ ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും തന്നെ വഹയിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലെ? കരിഞ്ജീരകത്തിന്റെ പോരിശ പറയുമ്പോ എന്താ? മരണമല്ലാത്ത എല്ലാറ്റിന്റെയും ശമനൌഷധമാണ് കരിഞ്ജീരകം. അത് അന്നത്തെ സമൂഹത്തിൽ വളരെ ഉപകാരപ്പെട്ട ഒരു ഔഷധമായിരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ പറഞ്ഞത്. അത് അനുഭവത്തിന്റെ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അതൊന്നും തന്നെ ഇന്ന് ആധുനിക ചികിത്സാ രീതി എന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയതാവണമെന്നില്ല. പ്രവാചകന്റെ കാലത്ത് ആ സമൂഹത്തിൽ അത് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നായിരിക്കാം. അതല്ലാതെ വഹയിന്റെ അടിസ്ഥാനത്തിൽ മരണമല്ലാത്ത എല്ലാറ്റിനുമുള്ള മരുന്ന് അത് കരിഞ്ജീരകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുണ്ടാക്കി കുടിക്കുകയും അത് കൊണ്ടുവരികയും ചെയ്യാം, അതിലൊക്കെ ശമനമായിക്കൊള്ളും എന്ന് തവക്കുൽ ചെയ്യുന്ന ഒരു ചികിത്സാ രീതി അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആലോചിക്കുക, റസൂലിന്റെ തന്റെ കൽപ്പന ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ചികിത്സാ രീതി സ്വീകരിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ മതം ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ്. ആ ഒരു അർത്ഥത്തിലാണ് ദീനിനെ നമ്മൾ പഠിക്കേണ്ടത്. പഠിക്കേണ്ടത് എവിടുന്ന? ഖുർആനിൽ നിന്ന് പഠിക്കണം, പ്രവാചകന്റെ ചര്യയിൽ നിന്ന് പഠിക്കണം. പ്രവാചക ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ, ചിലപ്പോ ആധുനിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം അതുകൊണ്ട് സുഖപ്പെടുത്താവുന്ന രോഗങ്ങളെ പോലും പല വൈദ്യങ്ങളും പറഞ്ഞുകൊണ്ട് ആ പഴമയിലേക്ക് കൊണ്ടുപോയി അത് വലിയ സുന്നത്തായി കൊണ്ട് പറയുന്ന ഒരവസ്ഥ കൃത്യമായി നമ്മൾ തിരിച്ചറിയണമെന്നാണ് പ്രിയപ്പെട്ടവരെ പറയാനുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ രൂപത്തിൽ ഖുർആൻ പഠിക്കുമ്പോഴാണ്, അല്ലെ? ഖുർആൻ എന്തിനിറങ്ങി എന്ന് വെച്ചാൽ അത് ശാരീരികമായ രോഗങ്ങൾക്കുള്ള ഔഷധമല്ല. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, ഖുർആൻ ഓതി കേറിയ ആ ശൈത്വാനിനെ ഇറക്കുന്ന അവസ്ഥ. ഒരു സംസാരത്തിൽ എന്റെ നാട്ടിൽ നടന്ന ഒരു ജിന്നിറക്കൽ, ആ ജിന്നിറക്കൽ ഖുർആൻ ഓതിയിട്ട് ജിന്നിങ്ങനെ കേറി വന്നിട്ട് പറയാ, പരസ്യമായിട്ട് പറയാ. ആരാ പറയുന്നത്? അങ്ങനെ കേറി വന്നപ്പോ ഈ ജിന്നിറക്കുന്ന ആൾക്ക് ഒരു ഫോൺ വന്നപ്പോഴോ അതവിടെ കുടുങ്ങിക്കിടന്നു. ആരോടാ? ഏത് നാട്ടിലാ, ഏത് സമൂഹത്തിലാ ഇത് പറയുന്നത്? ഇസ്ലാം പഴഞ്ചനായ, അല്ലേ? നമ്മൾ ആലോചിക്കാം. അങ്ങനെ ചികിത്സാ രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ ജിന്ന് കൂടലുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം ഏതാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരം കഴിഞ്ഞോ തന്റെ പ്രിയതമയോട് സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് അതിനെ നടന്നു പോകുന്ന രണ്ട് സഹാബികൾ ശരിയായി ആരുടെ കൂടെയാണ് പ്രവാചകൻ നിൽക്കുന്നത് എന്ന് അവർക്ക് കണ്ടാ മനസ്സിലാകുന്ന, ഇരുട്ട് പൂർണ്ണമായിട്ട് പോയിട്ടില്ല, ഒരു പെണ്ണിനോട് സംസാരിച്ചു നിൽക്കുന്നതാ അവർ തോന്നുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ടുപേരെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അപ്പൊ അവര് പറഞ്ഞു, പ്രവാചകരെ
നിങ്ങളെ ഞങ്ങൾ സംശയിക്കില്ലല്ലോ, നിങ്ങൾ പ്രവാചകരല്ലേ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ എന്തെന്നറിയോ? മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്നിടത്ത് കൂടി മുഴുവൻ എന്ത് ചെയ്യും? ശൈത്താൻ സഞ്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? ശൈത്വാനികമായ ചിന്ത ഉണ്ടാവും. അവരിങ്ങനെ പ്രവാചകൻ ക്ലാരിഫൈ ചെയ്യാതെ വിട്ടുപോയാൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പരസ്പരം പറയും അല്ലെ, നബിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നബിന്റെ അടുത്ത് ഏതൊരു പെണ്ണുണ്ട്, അത് ആരാന്നാവോ അല്ലെ, നബിയെ മോശമായി അവർക്ക് തോന്നാൻ. ഈ തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളത് ആരുടെ പണിയാ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ജനഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നു അല്ലേ, അത് ആരുടെ പണിയാ? അത് ശൈത്താന്റെ പണിയാ. ആ ശൈത്താൻ ആ പണി നിർവഹിക്കും. അതുകൊണ്ട് ആ പ്രവാചകൻ ക്ലാരിറ്റി കൊടുത്തു, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേട്ടോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്ത് കൂടി ശൈത്താൻ സഞ്ചരിക്കും. അത് നമ്മൾ പറയാണ് മനുഷ്യന്റെ ശരീരത്തിൽ പിന്നെ ശൈത്താൻ കേറും. ശൈത്താൻ കയറിയാലോ? ശൈത്താൻ കയറിയാൽ അടിച്ചിറക്കാൻ നമ്മുടെ പള്ളികൾക്ക് അടുത്ത് ചില കേന്ദ്രങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയ കൃത്യമായിട്ട് തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും കൃത്യമായി ഒരു ആദർശം പഠിപ്പിക്കുന്നുണ്ട്. ആ ആദർശം ഉൾക്കൊള്ളാൻ അത് എവിടുന്ന മൗലവിമാരെ വയലിൽ നിന്നല്ല പഠിക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കണം. പ്രവാചകന്റെ ശരിയായ ഹദീസുകളിൽ നിന്ന് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതല്ലാതെ ദീന് പറയാൻ കുറെ ആൾക്കാർ അല്പത്തിലുണ്ട്, ഓല് പറയുന്നത് മുഴുവൻ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അംഗീകരിച്ച് നടക്കുന്ന ഒരവസ്ഥ, ഫാനുകളായി മാറുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഖേദകരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച തമ്പുരാൻ എന്റെ കോടതിയിലെത്തുമ്പോ എന്റെ സമൂഹം ഖുർആനിനെ അഗണ്യമാക്കി തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവാതിരിക്കാൻ ഖുർആൻ പഠിക്കാവുന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയെ സഹീഹായതിനെ കൃത്യമായി മനസ്സിലാക്കാവുന്ന സദസ്സുകളിൽ പങ്കാളിത്തം ഉണ്ടാകാൻ പരിശ്രമിക്കണം എന്നാണ് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്പസമയം നീണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ശരിയായി പിന്നെ ഖുർആനിനെ മനസ്സിലാക്കി നല്ല വിശ്വാസികളായി ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.